ദുബായിലെ പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലൊന്നാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ അഥവാ ഫ്യൂച്ചർ മ്യൂസിയം. നഗരത്തിലെ സൂപ്പർ ഹൈവേയായ ഷെയ്ഖ് സായിദ് റോഡിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് വരും ദശകങ്ങളിൽ സമൂഹത്തിന് എങ്ങനെ വികസിക്കാമെന്ന് പര്യവേക്ഷണം ചെയ്യുകയാണ് ഈ മ്യൂസിയം. Out for a while as I prepare the AC, but I've heard it's quite hot out there. I'm happy to see you here at the Museum of the Future. ദുബായിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നും തീർച്ചയായും സന്ദർശിക്കേണ്ടതുമായ സ്ഥലമാണ് ഫ്യൂച്ചർ മ്യൂസിയം. 163 രാജ്യങ്ങളിൽ നിന്നുള്ള 1 ദശലക്ഷത്തിലധികം സന്ദർശകർ ഇതിനോടകം ഇവിടെ എത്തിക്കഴിഞ്ഞു. 149 ദിർഹമാണ് പ്രവേശന ഫീസ്. നമ്മൾ സന്ദർശിക്കേണ്ട ദിവസങ്ങൾക്ക് മുമ്പേ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഉത്തമം. സ്പോട്ട് ടിക്കറ്റ് എല്ലാ ദിവസവും കിട്ടാറില്ല. മ്യൂസിയം കാണാൻ ഏതാണ്ട് 2-3 മണിക്കൂറിലധികം സമയം വേണ്ടിവരും. ഈ വീഡിയോയിൽ കുറച്ച് ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. പുറമേ നിന്ന് കാണുന്നത് പോലെ അല്ല മ്യൂസിയം. അത് വിശാലമായ ഹാളുകളും തിയേറ്ററുകളുമൊക്കെയായി 4-5 നിലകളിലായി പരന്നു കിടക്കുകയാണ്. റോബോട്ടുകളാണ് ഇവിടുത്തെ സുരക്ഷാ ചുമതലകൾ വഹിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഭാവിയിലേക്ക് ഒരു നേർക്കാഴ്ച വാഗ്ദാനം ചെയ്യുകയാണിവിടം. ഇവിടുത്തെ ശ്രദ്ധേയമായ വാസ്തുവിദ്യയും ഇമ്മേഴ്സീവ് എക്സിബിറ്റുകളും മുന്നോട്ട് ചിന്തിക്കുന്നവർക്കും സാങ്കേതിക താൽപ്പര്യമുള്ളവർക്കും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി ഇതിനെ മാറ്റുകയാണ്. ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങൾ സാധാരണയായി ചരിത്രം ആഘോഷിക്കുമ്പോൾ ഈ അസാധാരണമായ മ്യൂസിയം ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ബഹിരാകാശത്ത് താമസിക്കുന്നത് എങ്ങനെയാണെന്ന് അനുഭവിക്കാൻ ഈ മ്യൂസിയം സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഫ്യൂച്ചറിൽ ഓഡി കമ്പനി ഇറക്കാൻ പോകുന്ന കാറാണ് ഇത്. സ്റ്റിയറിങ്ങോ ഗിയറോ ഒന്നുമില്ലാത്ത കാറാണിത്. കണ്ണുകൊണ്ടും സംസാരം കൊണ്ടും നിയന്ത്രിക്കാവുന്ന സംവിധാനമാണ് ഇതിനുള്ളത്. സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിലും ആഗോള താപനത്തിലെ പ്രത്യാഘാതങ്ങൾക്കും വേണ്ടി മ്യൂസിയം അതിൻ്റെ ഒരു നില തന്നെ മുഴുവനായി സമർപ്പിച്ചിട്ടുണ്ട്. ബഹിരാകാശത്ത് സൗരോർജം ശേഖരിക്കുന്നതിൻ്റെയും ഛിന്നഗ്രഹ ഖനനത്തിൻ്റെയും സാധ്യതകൾ ഇത് പര്യവേക്ഷണം ചെയ്യുന്നു. ഊർജവും വെള്ളവും വീണ്ടെടുക്കുന്നതിനുള്ള പാരാമെട്രിക് ഡിസൈനും നിഷ്ക്രിയ സോളാർ ആർക്കിടെക്ചറും ഉൾപ്പെടുന്ന പുതുമകളും തന്ത്രങ്ങളും അടങ്ങിയ കുറഞ്ഞ കാർബൺ കെട്ടിടമാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിനുള്ളത്. ഒപ്റ്റിമൽ ജല ഉപയോഗത്തിനും വെള്ളം പാഴാക്കുന്നത് പരമാവധി കുറയ്ക്കുന്നതിനുമായി സ്മാർട്ട് ജലസേചന സംവിധാനവും കെട്ടിടത്തിലുണ്ട്. ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായ DNA ലൈബ്രറി സന്ദർശകർക്ക് പ്രകൃതിയിലെ വ്യത്യസ്ത ജീവി വർഗങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. ആൻജിയോസ്പെർമുകൾ, സസ്തനികൾ എന്നിവയുൾപ്പെടെ 2400-ലധികം ഇനങ്ങളെ ഗ്ലാസ് കേസുകളിലാക്കിയിരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഫ്യൂച്ചർ മ്യൂസിയത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ദുബായ് സന്ദർശനം അപൂർണമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും മികച്ച 14 മ്യൂസിയങ്ങളിലൊന്നായി നാഷണൽ ജിയോഗ്രഫി ഫ്യൂച്ചർ മ്യൂസിയത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ദുബായ് സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടതും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒരു ഇടമാണ് ഫ്യൂച്ചർ മ്യൂസിയം.